നമസ്കാരം, ഗംഗോത്രി മാർക്കറ്റിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുഴുവൻ ആയി കാണാൻ ശ്രമിക്കണം എന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യമായാണ് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാർഷിക വീഡിയോകൾ ഞങ്ങൾ മുൻപോട്ട് ചെയ്യുന്നതാണ്. ഗംഗോത്രി മാർക്കറ്റിംഗിന്റെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. വീഡിയോ മുഴുവനായി ദയവായി കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് BC പവർ ഇൻഡ്രഷ് കട്ടറുകൾ അഥവാ പുല്ലുവെട്ടിയുടെ അൺബോക്സിംഗ് ആണ്. ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഷോപ്പിലേക്ക് എത്തിയതിനു ശേഷം എങ്ങനെയാണ് അസംബ്ലി ചെയ്യുന്നതെന്ന് കൃത്യമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കാണിച്ചു തരുന്നു. മെഷീൻ ഓർഡർ ചെയ്തതിന് ശേഷം ഏകദേശം 10 ദിവസത്തോളം ഗ്യാപ്പിലാണ് മെഷീൻ ഡെലിവറി ആവുക. ഒരു ബോക്സിൽ എല്ലാം പാർട്സ് ആയിട്ടാണ് വരുന്നത്. മെഷീൻ അസംബ്ലി ചെയ്തതിന് ശേഷം ടെസ്റ്റിംഗും കഴിഞ്ഞിട്ടേ കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി ചെയ്യൂ. ഈ മെഷീനുകൾ എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ കർഷകൻ സ്വന്തമാക്കാവുന്നതാണ്. വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടിയാണ് മെഷീൻ അസംബ്ലി ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ചേർത്തല ഇരുമ്പു പാലത്തിന് സമീപത്തായിട്ടാണ്. ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെടാവുന്നതാണ്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മെഷീനിൻ്റെയും എല്ലാവിധ സ്പെയർ പാർട്സുകളും ഇവിടെ ലഭ്യമാണ്. ഇതിനകത്ത് നമ്മൾ 1 ലിറ്റർ ആദ്യമേ ഫില്ല് ചെയ്യണം. 1 ലിറ്റർ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ 40 ml ഒഴിക്കാനുള്ള ഇതാണ് ഈ ഒരു സ്ഥലം. അത് ടൂറ്റി ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് 40 ml ഒഴിക്കുക. ഇതിൻ്റെ അകത്തേക്ക് 1 ലിറ്റർ നമ്മൾ പെട്രോൾ നിറയ്ക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം വെച്ചാൽ കറക്റ്റായിട്ട് ഇതാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ ഇത് അടച്ചിട്ട് ഇത് തുറന്നിട്ട് നേരെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞങ്ങളിപ്പം ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണിച്ചത് പെട്രോളാണിത്. ഇത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നെക്ക് വരെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നെക്ക് പൊസിഷനിലാണ് ഞങ്ങൾ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ, സ്വിച്ചിൻ്റെ പൊസിഷൻ
ഇതാണ് ഓൺ. 0-ൽ ഓഫ്, 1-ൽ ഓൺ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ചോക്കിലിടുക. ചോക്കിലിട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ അത് എടുക്കാനായിട്ട് പാടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ടൊരു എയർ ബബിളുണ്ട്. ഒന്ന് ജസ്റ്റ് നമ്മൾ ഞെക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ അടിയിലായിട്ടൊരു എയർ ബബിളുണ്ട്. അതൊന്ന് ഞെക്കി കൊടുത്താൽ മതി. എയർ കയറിയിട്ടായിരിക്കും സ്റ്റാർട്ടാകാനായിട്ട് പാടും. ജസ്റ്റ് ആ ഇതൊന്ന് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടായി. ചോക്കിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് NC-ന്റെ ബ്രഷ് കട്ടറാണ്. ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു പുല്ലുവെട്ടിയാണ് NC-ന്റേത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ചോക്കിലിട്ട് ഓടിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് രാവിലെ സ്റ്റാർട്ടാകാനായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ എയർ ബബിൾ, തൊട്ടടിയിലേക്ക് നോക്കിയാൽ കാർബണിൻ്റെ അടിയിലായിട്ട് എയർ ബബിൾ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് എയർ റിലീസാക്കി നമുക്ക് എടുക്കും. അതിനകത്ത് എയർ എല്ലാം പോയിട്ട് പറഞ്ഞ ടൈറ്റ്
വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നും അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ കാർഷിക വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക.